ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ക്ലാസ് 12ന്റെ ചാപ്റ്റർ 6 ആയിട്ടുള്ള ഹാലോ ആൽക്കീൻസ് ആൻഡ് ഹാലോ അരീൻസിൻ്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യണേ. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പാർട്ടിലൊക്കെ ഇതുവരെ എന്തായിരുന്നു, ആദ്യം നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ചു, പിന്നെ നോമൻക്ലേച്ചർ പഠിച്ചു, പിന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് ബോത്ത് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ. ആ കെമിക്കലിൽ നമ്മൾ ഹാലോ ആൽക്കീൻസിന് പെർട്ടിക്കുലർ ആയിട്ടാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ അതിൽ ഹാലോ ആൽക്കീൻസിലെ എലിമിനേഷൻ റിയാക്ഷൻ ആയാലും മെറ്റൽസ് ആയിട്ടുള്ള റിയാക്ഷൻസ് ആയാലും നോക്കി. ഇനി അതിൽ ആദ്യത്തെ ആയിരുന്നു ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അത് നമ്മൾ മാറ്റി വെച്ചിരുന്നത് കുറച്ച് ലെങ്തി ആയിരുന്നുകൊണ്ടും അതിൻ്റെ മെക്കാനിസം കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ വീഡിയോയിൽ അതാണ് നമ്മൾ നോക്കുന്നത്, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. അപ്പോൾ എന്താണ് ആദ്യം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് അറിയണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ആ വാക്ക് ന്യൂക്ലിയോഫൈൽ എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം അറിയണം. അപ്പോൾ ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സംഭവമാണ്, ഒരു സ്പീഷീസ് ആണ്, ഒരു ആറ്റോ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. അപ്പോൾ ഒരു ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരു സ്പീഷീസ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സെൻറ്റർ ഇൻ ദ സെൻസ് ഒരു എലമെൻ്റ് ആവാം. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഇലക്ട്രോൺ അധികം ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് അറ്റാക്ക് ചെയ്യാണ്, ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അറ്റാക്ക് ചെയ്യാണ്. ആ അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരാരാണ്? ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളവരാണ്. സോ അവരെയാണ് ന്യൂക്ലിയോഫൈൽസ് എന്ന് പറയുക. അപ്പോൾ ഈ ന്യൂക്ലിയോഫൈൽ കയറിയിട്ട് സ്ട്രോങ് ആയിട്ടുള്ള ഈ ന്യൂക്ലിയോഫൈൽ വീക്ക് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈലിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആ റിയാക്ഷൻസിനെ പറയുന്നതാണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാൾ കയറി മറ്റാളുടെ സ്ഥലം മാറ്റിയെടുക്കുക, തട്ടിയെടുക്കുക അല്ലേ? അപ്പോൾ അതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരാളുടെ സ്ഥലത്ത് വേറൊരാൾ കയറിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കയറിയിരിക്കുന്ന ആളാരാ? ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളത്. അതാണ് ന്യൂക്ലിയോഫൈൽ. ആരെയാണ് ഇറക്കി വിടുന്നത്? വീക്ക് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈലിനെ. സ്ട്രോങ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽ വീക്ക് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈലിനെ റീപ്ലേസ് ചെയ്യുന്ന, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സോ അതിൽ നമുക്കിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ജനറൽ റെപ്രസെൻറ്റേഷൻ ആണ്. സോ ന്യൂക്ലിയോഫൈലിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക എങ്ങനെയാണ്? ഇലക്ട്രോൺ റിച്ച് ആയ കാരണമാണ് അതിൻ്റെ മേലെ ഒരു നെഗറ്റീവ് സൈൻ ഉള്ളത്. ഇലക്ട്രോൺ കൂടുതലാണ്, ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താ? നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. സോ ഇലക്ട്രോൺ കൂടുതലായതുകൊണ്ട് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഈ NU എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയോൻ്റെ. അപ്പോൾ NU പിന്നെ ഒരു എന്താണ്? ഒരു നെഗറ്റീവ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ അത് എന്ത് ചെയ്യാണ്? നമ്മുടെ ഹൈഡ്രോ കാർബണിനെ അറ്റാക്ക് ചെയ്യാണ്. നമുക്കിവിടെ ഹാലോ ആൽക്കീൻ. സോ ഒരു കാർബൺ കമ്പൗണ്ടുമേ എന്താണ് അറ്റാച്ച് ചെയ്തേനെ? ഒരു ഹാലജൻ ആണ് അറ്റാച്ച് ചെയ്തേനെ. അതിന് X എന്ന് പറഞ്ഞാൽ റെപ്രസെൻറ്റ് ചെയ്തേനെ. സോ കാർബണേയും ഹാലജനെയും നോക്കിക്കഴിഞ്ഞാൽ ഹാലജൻ ആണ് നല്ല ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ട് നിൽക്കുന്നത്. ഇലക്ട്രോൺ റിച്ച് സ്പീഷീസ് അപ്പം ആരാണ്? ഹാലജൻ ആണ്. അപ്പം അതാണ് നെഗറ്റീവ്, ഡെൽറ്റ നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടാണ്. അതായത് അവിടെ ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുതലാണ്, ഇലക്ട്രോൺ റിച്ച് ആണ്. എന്നാൽ കാർബൺ നോക്കിക്കഴിഞ്ഞാൽ പോസിറ്റീവ് ആണ്, അപ്പോൾ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആണ്. നമ്മുടെ ന്യൂക്ലിയോഫൈൽ എന്താ ചെയ്യുക? ഇതിൽ ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ആളാരാണോ അവിടെ പോയി അറ്റാക്ക് ചെയ്യും, എന്നിട്ട് മറ്റാളെ തള്ളിക്കളയും. അപ്പോൾ NU ഇവിടെ കയറിക്കഴിഞ്ഞാൽ എന്താവും? കാർബൺ NU എന്നാവും. പ്ലസ് X- നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പോൾ ഷോർട്ടാക്കി പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ഹാലജൻ കമ്പൗണ്ടിൽ കാർബൺ ഇലക്ട്രോ പോസിറ്റീവും ഹാലജൻ ഇലക്ട്രോ നെഗറ്റീവും ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോ നെഗറ്റീവ്സ് ആയിട്ടുള്ള ആൾക്കാരെയാണ് കമ്പയർ ചെയ്യാൻ പോണേ. ഇനി അതാണല്ലോ നമ്മുടെ ന്യൂക്ലിയോഫൈൽസ്. ന്യൂക്ലിയോഫൈൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണതാണ് നമ്മുടെ റിയാക്ഷൻ. അപ്പം ന്യൂക്ലിയോഫൈലും വേറൊരു ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈലും കാർബൺ ഹാലജൻ ബോണ്ടിലുള്ള ഹാലജനും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് നമ്മുടെ പുറത്തുള്ള ന്യൂക്ലിയോഫൈലാണ്. ഓക്കെ, X ഹാലജനെ കമ്പയർ ചെയ്ത് NU ആണ് സ്ട്രോങ് ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽ. അപ്പോൾ അതെന്ത് ചെയ്യും? ആ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ ഈ വീക്ക് ന്യൂക്ലിയോഫൈൽ ആയിട്ടുള്ള Xനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് അത് കാർബണിൻ്റെ ഒപ്പം ബൈൻഡ് ചെയ്ത് CNU + X- ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്വസ് ആൽക്കലി ആയിട്ടുള്ള റിയാക്ഷൻ, വാട്ടർ ആയിട്ടുള്ള റിയാക്ഷൻ, സോഡിയം ആൽക്കോക്സൈഡ് ആയിട്ടുള്ളത്, അതായത് RONA. നമ്മൾ നോമൻക്ലേച്ചർ പഠിച്ചു വന്നുകൊണ്ട് നമുക്ക് ആൽക്കോക്സൈഡ് എന്താണെന്ന് അറിയാം, RONA ആണ്. പിന്നെ RO ആണ്, അതിൻ്റെ ഒപ്പം സോഡിയം ആയതുകൊണ്ട് NA വന്നു. പിന്നെ സോഡിയം അയഡൈഡ് NaI, അമോണിയ ആയിട്ടുള്ള റിയാക്ഷൻ, KCN ആയിട്ടുള്ള റിയാക്ഷൻ, AgCN ആയിട്ടുള്ള റിയാക്ഷൻ, KNO2 പൊട്ടാഷ്യം നൈട്രൈറ്റ്, സിൽവർ നൈട്രേറ്റ്, AgNO2.
പിന്നെ സിൽവർ സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് റിഡക്ഷൻ. അങ്ങനെ 11 റിയാക്ഷൻസ് ആണുള്ളത്. ഇത് എളുപ്പമാണ്, നിങ്ങൾ കാണുന്ന പോലെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. എണ്ണം കൂടുതലാന്ന് വെച്ചിട്ട് ബുദ്ധിമുട്ടൊന്നും കൂടുതലില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെയാണ് എക്വസ് ആൽക്കലി ആയിട്ടുള്ള റിയാക്ഷൻ. സോ എക്വസ് ആൽക്കലി എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കലീസ് ക്യാൻ ബി NaOH, KOH അല്ലെ, മെയിൻ ആയിട്ട് അവരെയാണ് നമ്മൾ യൂസ് ചെയ്യുക. സോ ഈ ഹാലോ ആൽക്കെയിൻസ് എക്വസ് ആൽക്കലി ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോൾ ഉണ്ടാവും. എങ്ങനെയാന്ന് നോക്കാം. RXും KOHും ഉണ്ട്. KOH എക്വസ് ആണ്. അപ്പോൾ നമ്മുടെ RXൽ R എന്ന് പറഞ്ഞാൽ എന്താ? കാർബണിന്റെ ഒരു കമ്പൗണ്ട് ആയിരിക്കും. ആൻഡ് എക്സ് ആണ് നമ്മുടെ ഹാലജൻ. KOHൽ പൊട്ടാഷ്യം പോസിറ്റീവ് അല്ലേ, OH മൈനസ് അല്ലേ നെഗറ്റീവ്. സോ കൂടുതൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആളാരാണ്? OH ആണ്. അപ്പോൾ OH ആണ് നമ്മുടെ ഇവിടുത്തെ ന്യൂക്ലിയോഫൈൽ. ആ OH പോയിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സെന്റർ ആറിന്റെ അവിടേക്ക് അറ്റാക്ക് ചെയ്യും. അപ്പോൾ ഈ എക്സ് മാറി നിൽക്കണ്ടേ? അപ്പം എക്സ് ഈ കെന്റെ ഒപ്പം പോയിട്ട് KX കിട്ടും. ക്ലിയർ ആയോ? ഒന്നുകൂടി പറഞ്ഞുതരാം. RX ഉണ്ട്, അതാണ് നമ്മുടെ ഹാലോ ആൽക്കീൻ. ഹാലോ ആൽക്കീൻ എക്വസ് ആയിട്ടുള്ള ആൽക്കലി. നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് KOH ആണ്. സോ ഈ KOHൽ നമ്മുടെ ഇതിപ്പോൾ എല്ലാ റിയാക്ഷനും നോക്കിക്കഴിഞ്ഞാൽ ഹാലോ ആൽക്കീൻ ഒരു പെർട്ടിക്കുലർ സംഭവമായിട്ട് റിയാക്ട് ചെയ്യണതാണ്. അപ്പോൾ ഹാലോ ആൽക്കീൻ എല്ലാത്തിനും കോമൺ ആണ്. ആ ഹാലോ ആൽക്കീനിൽ ആരാണ് ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള സെന്റർ? ആറാണ്. സോ എക്സിനെ റീപ്ലേസ് ചെയ്യാണ് അവിടെ ഉണ്ടാവുന്നത്. എക്സിനെ മാറി ന്യൂക്ലിയോഫൈൽ കയറിയിരിക്കുകയാണ് ഈ ഇലക്ട്രോൺ ഡെഫിഷ്യൻ സെന്ററിൻ്റെ ഒപ്പം. എപ്പോഴും അങ്ങനെയാണല്ലോ, ഒരു പോസിറ്റീവിൻ്റെ ഒപ്പം ഒരു നെഗറ്റീവ് ഇരിക്കണമല്ലോ. നെഗറ്റീവും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല, റിപ്പൾഷൻ വരും, ആ കമ്പൗണ്ട് അൺസ്റ്റേബിൾ ആവും. അപ്പം നമ്മുടെ ഇവിടെ ഇലക്ട്രോൺ ഡെഫിഷ്യൻ സെന്റർ ആറാണ്, കാർബണിൻ്റെ ആ കമ്പൗണ്ട് ആണ്. അപ്പം അവിടെ അതിൻ്റെ ഒപ്പമാണ് ഈ ന്യൂക്ലിയോഫൈൽ വന്നിരിക്കുക, എക്സിനെ മാറ്റിയിട്ട്. ഓക്കെ, ഈ എക്സിനെയും OHനെയും വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മോർ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആളെന്ന് പറയുന്നത് OH ആണ്. സോ ഹി ക്യാൻ ഈസിലി സബ്സ്റ്റിറ്റ്യൂട്ട്. ഓക്കെ, അത് തന്നെയാണ് എല്ലാ റിയാക്ഷനിലും നടക്കുന്നത്. OHന് പകരം വേറൊരു ഹാലജനെക്കാട്ടും കൂടുതൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ് വരും എന്ന് മാത്രം. അത്രേ ഡിഫറൻസ് ഉള്ളൂ. അപ്പം ഈ RXന്റെ എക്സിനെ മാറ്റി OH കയറിയിരിക്കും. അപ്പം എക്സ് ആരുടെ ഒപ്പം പോവും? Kന്റെ ഒപ്പം പോവും. കാരണം K അവിടെ പോസിറ്റീവ് ആണ് ആൻഡ് എക്സ് നെഗറ്റീവ് ആണ്. അപ്പം രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് KX ആവും. അങ്ങനെയാണ് നമുക്ക്. അപ്പം ROH നമുക്കറിയാം, ഒരു കാർബണിൻ്റെ ഒപ്പം OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ, കാർബൺ ഗ്രൂപ്പിൻ്റെ ഒപ്പം OH ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ എന്താണത്? ആൽക്കഹോൾ ആണ്. ഓക്കെ, അപ്പം അതങ്ങനെ കിട്ടി. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ താഴെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. റിയാക്ഷൻ ബേസ് ആയിട്ട് എന്താണെന്നുള്ളത് പറഞ്ഞുതരാം. പിന്നെ അടുത്തത് വാട്ടറിൻ്റെയാണ്. വാട്ടർ ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോൾ ഉണ്ടാവും. സെയിം സംഭവം തന്നെയാണ്. കാരണം എന്താണ്, അവിടെ OH തന്നെയാണ് ഉള്ളത് വാട്ടറിൽ അല്ലേ. RX പ്ലസ് H2O നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? H+ എന്നും OH- എന്നും എഴുതാം. അപ്പം ഈ വാട്ടറിലുള്ള OH- നമ്മുടെ ഇവിടുത്തെ എക്സിനെക്കാട്ടും, RXലെ എക്സിനെക്കാട്ടും ഇലക്ട്രോൺ റിച്ച്നെസ് കൂടുതലാണ്. സോ എക്സിനെ മാറ്റിയിട്ട് അവിടെ കയറിയിരിക്കുന്ന ആളാണ് OH. സോ ROH വീണ്ടും ആൽക്കഹോൾ കിട്ടി, പ്ലസ് HX എന്ന് വരും. ബാക്കിയുള്ളത് ഹൈഡ്രജൻ ആയിരുന്നല്ലോ വാട്ടറിൽ. അപ്പോൾ ആ ഹൈഡ്രജനും RXലെ ഹാലജനും കൂടിയിട്ട് HX എന്നായി. നമുക്ക് അവിടെ ഒരു ഹൈഡ്രജൻ ഹാലൈഡ് കിട്ടി. ഇനി അടുത്തത് റിയാക്ഷൻ വിത്ത് സോഡിയം ആൽക്കോക്സൈഡ്. അതിന് നമ്മൾ വില്യംസൺസ് ഈഥർ സിന്തസിസ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈഥർ ഫോം ചെയ്യുന്ന ഒരു റിയാക്ഷനാണ് റിയാക്ഷൻ വിത്ത് സോഡിയം ആൽക്കോക്സൈഡ്. ആൽക്കോക്സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RO ആണ്. അതിൽ സോഡിയം കയറുമ്പോഴാണ് RONA ആവുന്നത്. അപ്പോൾ ആ ഹാലോ ആൽക്കെയിൻസ് എന്ത് ചെയ്യാണ്? നമ്മൾ പറഞ്ഞു എല്ലാത്തിലും റിയാക്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ആരാണോ റിയാക്ട് ചെയ്യാൻ പോകുന്നത്, റിയാക്റ്റൻ്റ് നമ്മുടെ ഹാലോ ആൽക്കെയിൻ ആണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒപ്പം സോഡിയം ആൽക്കോക്സൈഡ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതാണ് ഈ റിയാക്ഷൻ. അപ്പോൾ RX വന്നു, RONA വന്നു. അപ്പോൾ ഇതിൽ RXൽ നമുക്കറിയാം ഹാലജൻ ആണ് എന്ത് പറഞ്ഞാൽ കുറച്ചും കൂടി നെഗറ്റീവ് ആയിട്ടുള്ളത്. RONAയിൽ പറഞ്ഞു കഴിഞ്ഞാൽ RO അതാണ് ഇവിടെ എന്ത് പറഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളത്. NA എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പോസിറ്റീവ് തിങ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി RONA എന്നുള്ളൊരു കമ്പൗണ്ടിൽ RONA അങ്ങനെയാണ്. RO ഒരെണ്ണം, NA വേറെ ഒരെണ്ണം. അപ്പോൾ അതിൽ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടിയും ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ളത്, അതെങ്ങനെ ന്യൂക്ലിയോഫിലിക് ആയിട്ടുള്ളത് ആരാണ്? OR ആണ്. ഓക്കെ, OR ആണ് കുറച്ചും കൂടി ലൈക്ക് ഓക്സിജൻ ഇറ്റ് കണ്ടെയ്ൻസ് നെഗറ്റീവ് ആയിട്ട്. ഓക്കെ, നമ്മളത് പഠിച്ചിട്ടുള്ളതാണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പോൾ OR ആണ് NAനെക്കാട്ടും എന്ത് പറഞ്ഞാൽ ന്യൂക്ലിയോഫിലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ OR എന്ന് പറയുന്നത് നമ്മുടെ ഹാലജനെക്കാട്ടും സ്ട്രോങ്ങർ ആണ്. ന്യൂക്ലിയോഫൈൽ ആവുമ്പോൾ ഹാലജനെക്കാട്ടും സ്ട്രോങ്ങർ ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽ ആണ് OR എന്ന് പറയുന്നത്.
അപ്പോൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഈ OR നമ്മുടെ RXലുള്ള എക്സിനെ വീക്ക്, ഒന്നും കൂടി ക്ലിയർ ആക്കി പറഞ്ഞുതരാം, കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. ലൈക്ക് RXൽ ന്യൂക്ലിയോഫൈൽ ആരാന്ന് കണ്ടുപിടിക്കുക. ആരാണ്? X ആണ്. അതാണ് കുറച്ചും കൂടി ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ളത്. RONAയിൽ ആരാണ് ന്യൂക്ലിയോഫൈൽ? RO ആണ്. അതാണ് NAനെക്കാട്ടും ന്യൂക്ലിയോഫൈൽ ആയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവർ തമ്മിൽ, എക്സും ORും തമ്മിൽ ആരാണ് കൂടുതൽ സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് OR ആണ്. ഹാലജനെക്കാട്ടും സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ OR ആണ്. സോ ഈ വീക്ക് ന്യൂക്ലിയോഫൈൽ ആയിട്ടുള്ള ഹാലജനെ OR വന്ന് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ROR കിട്ടുക. അതായത് ഈതർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരെ എന്താ? എക്സും NA ആണ്. അത് NaX ആയിട്ട് പോകും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചത്. ഇനി അടുത്തത് സോഡിയം അയഡൈഡ് ആയിട്ടുള്ള റിയാക്ഷൻ, അതായത് അതിനെയാണ് ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷൻ എന്ന് പറയാം. സോ ഈ ഫിങ്കൽസ്റ്റൈൻ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആൽക്കൈൽ ഹൈലൈഡ് എപ്പോഴും RX എന്തുണ്ടാവും? സോഡിയം ആൽക്കോക്സൈഡ് അല്ല കേട്ടോ, സോഡിയം അയഡൈഡ് ആണ്. സോഡിയം അയഡൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ആൽക്കൈൽ ഹൈഡൈഡ് ഫോം ചെയ്യും. പറഞ്ഞുതരാം. ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ അസറ്റോൺ. അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്രൈ അസറ്റോൺ ഏതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ കാറ്റലിസ്റ്റ്, ഏതൊക്കെ റിയാക്ഷൻസിലാണ് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവണം. അപ്പോൾ ആൽക്കൈൽ ഹൈലൈഡ് നമ്മുടെ സ്ഥിരം എടുക്കുന്ന ഹാലോ ആൽക്കേൻ RX NaI ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ RXലെ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് X ആണ്, NaIയിൽ ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് I ആണ്. സോ Iയിലും Xലും കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ I ഇസ് മോർ ഇലക്ട്രോനെഗറ്റീവ്. അറിയാലോ, നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചതാണ്. അപ്പോൾ ആ I എന്ത് ചെയ്യും? ഈ വീക്ക് ആയിട്ടുള്ള കമ്പാരിറ്റീവ്ലി എക്സിലും ഐയിലും സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ I ആണല്ലോ. അപ്പോൾ വീക്ക് ന്യൂക്ലിയോഫൈൽ X ആണല്ലോ. X എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഹാലജൻ. അപ്പോൾ ആ ഹാലജൻ എന്തായിരിക്കണം? ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ആയിരിക്കണം. അയഡൻ ആവാൻ പാടില്ല. ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ആയിരിക്കും. സോ ഈ I എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഈ എക്സിനെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ RI കിട്ടി നമുക്ക്. ബാക്കി വരുന്ന NAയും Xും കൂടി NaX ഫോം ചെയ്യും. അപ്പോൾ X എന്തായിരിക്കണം? ക്ലോറിൻ അല്ലെങ്കിൽ ബ്രോമിൻ ആയിരിക്കണം. ഇനി ഹോഫ്മാൻസ് റിയാക്ഷൻ, അതാണ് അമോണിയ ആയിട്ടുള്ള റിയാക്ഷൻ. അതായത് നമ്മൾ സിംപ്ലി ഹാലോ ആൽക്കേൻ എടുത്തു, ഹാലോ ആൽക്കേൻ RX എടുത്തു, അതിൽ ആരാ ന്യൂക്ലിയോഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ X എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ അമോണിയ എടുത്തു കഴിഞ്ഞാൽ അതിൽ പല ടൈപ്പ്, ലൈക്ക് ആൽക്കഹോളിക് അമോണിയ എടുത്തു കഴിഞ്ഞാൽ പല മിക്സ്ചേഴ്സ് കിട്ടും. പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീനും കിട്ടും, പിന്നെ ഒരു ക്വാട്ടർണറി അമോണിയം സോൾട്ടും കിട്ടും. ലൈക്ക് ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ നടക്കുന്ന സംഭവമാണ്. അപ്പോൾ അതിൽ നമ്മൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി. അമോണിയ എക്സസിലാണെങ്കിൽ നമുക്ക് പ്രൈമറി അമീൻ മാത്രമേ കിട്ടുള്ളൂ. അതായത് ഒരു കാർബൺ കമ്പൗണ്ട് ഉള്ള ഗ്രൂപ്പ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ലൈക്ക് ഇത്രയും നോക്കിയാൽ മതി. നിങ്ങൾ ഈ ഒരു പോർഷൻ നോക്കിയേ വേണ്ട, ഞാൻ പറയണത് മാത്രം ശ്രദ്ധിക്കുക. RX പ്ലസ് അമോണിയ ഗിവ്സ് RNH2. അതായത് RXൽ X ആണ് കൂടുതൽ ന്യൂക്ലിയോഫൈൽ നമുക്കറിയാം. അമോണിയയിൽ Nഉം H3 ആണല്ലോ. സോ അതിൽ ഹൈഡ്രജൻ ആണ്, ഒരു ഹൈഡ്രജൻ ലൈക്ക് NH2 പ്ലസ് H. ആ ഒരു രീതിയിലാണ് റിയാക്ഷൻ വരുന്നത്. ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അതിലെന്തുണ്ടാവും? ഒരു ഹൈഡ്രജൻ പോയിട്ട് അപ്പോൾ ഇതിൽ NH2ഉം H എന്നുള്ള രീതിയിലാണ് നിൽക്കുക. അതിൽ H എന്ന് പറഞ്ഞാൽ കുറച്ച് പോസിറ്റീവ് ആണ് NH2നെ കമ്പയർ ചെയ്തിട്ട്. അപ്പോൾ Hഉം Xും കൂടി വേറൊരു കമ്പൗണ്ട് ആവും. വൈൽ Rഉം NH2ഉം കൂടിയിട്ട് അമീൻ ഫോം ചെയ്യും. പ്രൈമറി അമീൻ നമുക്ക് കിട്ടി. ഇനി അടുത്തത് KCN ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. അതായത് നമ്മുടെ RX KCN ആയിട്ട് റിയാക്ട് ചെയ്യും. ആൽക്കഹോളിക് പൊട്ടാഷ്യം സയനൈഡ് അതായിട്ട് റിയാക്ട് ചെയ്യും. അപ്പോൾ എന്തുണ്ടാവും? RXൽ നമുക്കറിയാം ന്യൂക്ലിയോഫൈൽ എന്ന് പറയുന്നത് Xും, KCNൽ CNഉം ആണ് ന്യൂക്ലിയോഫൈൽ. CNലും Xലും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? CN ആണ് കുറച്ചും കൂടിയും ഇലക്ട്രോനെഗറ്റീവ്, ലൈക്ക് സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ. അപ്പോൾ അത് പോയിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് RCN പ്ലസ് KX എന്ന് കിട്ടുന്നത്, ആൽക്കഹോളിക് KCN ആണെങ്കിൽ. ഓക്കെ, KCN ആയിരുന്നപ്പോൾ നമുക്ക് സയനൈഡ് ആണ് കിട്ടിയിരുന്നത്. എന്നാൽ ആൽക്കൈൽ ഹാലൈഡ് സിൽവർ സയനൈഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, AgCN ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐസോ സയനൈഡ് ആണ് കിട്ടുക. ഓക്കെ, അതായത് RNC ആണ് കിട്ടുക. നേരത്തെ RCN ആയിരുന്നു, അതെന്തായിരുന്നു? സയനൈഡ് ആയിരുന്നു. ഇത് ഐസോ സയനൈഡ് ആണ് കിട്ടുക. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ CN എന്ന് പറയുന്ന ഗ്രൂപ്പ്, സയനൈഡിന്റെ CN എന്ന് പറയുന്ന ഗ്രൂപ്പ് ആംബിഡൻ ന്യൂക്ലിയോഫൈൽ ആണ്. അതായത് കാർബണും നൈട്രജനും ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. രണ്ടിനും ഇലക്ട്രോൺസിന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്, ബാക്കി എക്സ്ട്രാ ആയിട്ട് ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ എന്താണ്? ഒരു ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ഉള്ള കാർബണ്, ഈ ആൽക്കൈൽ ഗ്രൂപ്പിൽ ഈ Rന്
ഏത് സിഇനി കൂടെയും ഗ്രൂപ്പ് ഫോം ചെയ്യാം, എന്നീ കൂടെയും ഗ്രൂപ്പ് ഫോം ചെയ്യാം. ഓക്കെ, അപ്പം ഇവിടെ പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ സി എൻ എടുത്ത് നോക്കിയപ്പം സി എനിൽ കെ സി എൻ എന്ന് പറയുന്നത് അയണിക് ആയിരുന്നു. ലൈക്ക് കെ പ്ലസ് സി എൻ മൈനസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അയോൺസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതായിരുന്നു. അപ്പൊ നമുക്ക് എന്താണ് സിക്കും എന്നിനും എന്താണ് ഫ്രീ ആയിട്ട് ഇലക്ട്രോൺ പെയർസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ലൈക്ക് കാർബണും ഉണ്ടാക്കാം, കാർബൺ നൈട്രജനും ഉണ്ടാക്കാം. പക്ഷെ എന്താന്ന് വെച്ചാൽ കാർബൺ ബോണ്ടാണ് കാർബൺ നൈട്രജൻ ബോണ്ടിനെക്കാട്ടും സ്ട്രോങ്ങർ ആവുന്നതല്ലേ കുറച്ചും കൂടി സ്റ്റേബിൾ ആവുക. അപ്പൊ അതുകൊണ്ടാണ് അവിടെ സൈനൈഡ്സ് ഫോം ചെയ്തത്. എന്നാൽ AgCN നോക്കിക്കഴിഞ്ഞാൽ അതൊരു കോവലന്റ് റിലേഷൻ ആണ് അവർ തമ്മിൽ ഉണ്ടാവുക. ലൈക്ക് കൊടുക്കൽ വാങ്ങൽ റിലേഷൻ ആണ് അവിടെ ഉണ്ടാവുന്നത്. അയോൺസ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ അയോൺസ് ഇങ്ങോട്ട് വരും. അങ്ങനെ ഒരു കോവലന്റ് നേച്ചർ ആണ് AgCN ഉള്ളത്. അതുകൊണ്ട് നൈട്രജന് മാത്രമേ ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നേരത്തെ സൈനൈഡിൽ കാർബണും നൈട്രജനും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇവിടെ കോവലന്റ് ബോണ്ട് ആയ കാരണം നൈട്രജന് മാത്രമേ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നൈട്രജൻ മെയിൻ ആയിട്ടുള്ള കമ്പൗണ്ട് ആയിട്ട് വന്ന് ഐസോസൈനൈഡ് ഫോം ചെയ്യുന്നത്. അപ്പൊ RX AgCN നോക്കിക്കഴിഞ്ഞാൽ എക്സ് ആണ് നമ്മുടെ ന്യൂക്ലിയോഫൈല്, AgCN നമ്മുടെ നൈട്രജൻ ആണ് കൊടുക്കാൻ പറ്റുക. അപ്പം ബോണ്ട് വരുമ്പോൾ RNC പ്ലസ് AgX എന്ന് വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ, ഞാനിത് വേറെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇട്ട് തരാം. കാരണം അത് കുറച്ച് കൺസെപ്റ്റ് മനസ്സിലാക്കാനുള്ളത്. ഇതേപോലെ തന്നെയാണ് NO2 KCN ആയിട്ട് റിയാക്ട് ചെയ്താലും ആൽക്കൈൽ സൈനൈഡ് ആണ് ഫോം ചെയ്യുക. പക്ഷെ AgCN ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഐസോസൈനൈഡ് ആണ് ഫോം ചെയ്യുക. ഇനി അടുത്തത് ഇനി അടുത്ത റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ആൽക്കൈൽ ഹൈലൈഡ് KNO2 ആയിട്ട് റിയാക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ പൊട്ടാഷ്യം നൈട്രേറ്റ് ആയിട്ട്. അപ്പൊ RXും KNO2 തമ്മിൽ റിയാക്ഷൻ വന്നു കഴിഞ്ഞാൽ RONO വരും, അതായത് നൈട്രേറ്റ് വരും, ആൽക്കീൻ നൈട്രേറ്റ് ഇടും. അപ്പോൾ RXൽ X ആണ് ന്യൂക്ലിയോഫൈല്, KNO2ൽ NO2 ആണ് ന്യൂക്ലിയോഫൈല്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഓക്സിജൻ ആണ് എന്ത് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ. അപ്പൊ ഓക്സിജൻ നൈട്രജൻ കമ്പയർ ചെയ്താൽ. അപ്പൊ അതുകൊണ്ടാണ് ONO എന്ന് പറഞ്ഞിട്ട് ഫോം ചെയ്യുന്നത്. ONO ആണ് ആയിട്ട് കമ്പൈൻ ചെയ്ത് RONO പിന്നെ ബാക്കിയുള്ള കെയും എക്സും കൂടി KX ഫോം ചെയ്യുന്നത്. ഇത് സിമ്പിൾ റിയാക്ഷൻസ് ആണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ്. ലൈക്ക് സൈനൈഡിൽ നമ്മൾ പറഞ്ഞില്ലേ CNഉം NCയും സൈനൈഡും ഫോം ചെയ്യണത്. അതിൽ പൊട്ടാഷ്യം സൈനൈഡ് ആണെങ്കിൽ എന്താണ്, നമുക്ക് ഡയറക്റ്റ് സൈനൈഡ് ആയിട്ട് തന്നെ പ്രൊഡക്റ്റ് കിട്ടും. പക്ഷെ AgCN ആയിരുന്നെങ്കിൽ അവർ തമ്മിലൊരു കോവലന്റ് റിലേഷൻ ആയ കാരണം നമുക്ക് നൈട്രജനിൽ കൂടെ മാത്രമേ ബോണ്ടിങ് നടത്താൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് ഐസോസൈനൈഡ് ഫോം ചെയ്തത്, NC എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പൗണ്ട് ഫോം ചെയ്തത്. പക്ഷെ ഇവിടെ NO2ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ KNO2 എന്ന് പറയുമ്പോൾ നൈട്രജനെ കമ്പയർ ചെയ്ത് ഓക്സിജൻ ആണ് കുറച്ചും കൂടി കൊടുക്കാനുള്ള ടെൻഡൻസി. അത് കാരണമാണ് ONO എന്ന് പറഞ്ഞിട്ടുള്ള നൈട്രേറ്റ് കമ്പൗണ്ട് ഉണ്ടായത്. ഇനി ഇവിടെ AgNO2 എടുക്കുകയാണെങ്കിൽ RXും AgNO2 കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ NO2 ആണ് എക്സിനെക്കാട്ടും സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ. സോ RNO2 ഉണ്ടാവും. നൈട്രജൻ ആണ് ഓക്സിജനെക്കാട്ടും ഇവിടെ കൊടുക്കാനുള്ള ടെൻഡൻസി. ലൈക്ക് അപ്പൊ നൈട്രജൻ ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് RNO2 എന്ന് കണ്ടു, പിന്നെ AgX എന്നും ഫോം ചെയ്യും. ഇനി അടുത്തതാണ് ഹൻസ്-ഡെക്കർ റിയാക്ഷൻ. അതായത് സിൽവർ സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡിന്റെ ഒപ്പം നമ്മുടെ ഹാലോ ആൽക്കീൻ റിയാക്ട് ചെയ്താൽ ഉണ്ടാവുന്നത്. RXും RCOOAgയും സിൽവർ സോൾട്ട് ആണ്. ഈ പേര് ശ്രദ്ധിക്കണം, ഈ നെയിംഡ് ആയിട്ടുള്ള റിയാക്ഷൻസ് ഒക്കെ എപ്പോഴും ചോദിക്കും. അപ്പൊ RXും RCOOAgയും കൂടി റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഒബ്വിയസ്ലി നമുക്കറിയാം RCOO ആണ് Agനെക്കാട്ടും ന്യൂക്ലിയോഫിലിക് ആയിട്ടുള്ളത്. അപ്പൊ അതില് എക്സും RCOOയും നോക്കിക്കഴിഞ്ഞാൽ സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ RCOO ആണ്. സോ RCOOR കിട്ടും, എസ്റ്റർ കിട്ടും, ഈതർ അല്ല എസ്റ്റർ. ഓക്കെ, ഈ ഈതറും എസ്റ്ററും നമ്മൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇത്ര ആലോചിച്ചാൽ മതി. ഈതറിൽ എങ്ങനെയാ ROR എന്നാണ്, അതായത് ഓന്റെ ഐദർ സൈഡിൽ ഈതർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഒന്നല്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ അവിടെ. അപ്പോൾ ഓന്റെ അപ്പറോ ഇപ്പറോ R ഗ്രൂപ്പാണ്, അതാണ് ഈതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നേരെ ഓപ്പോസിറ്റ് ആവില്ലേ എസ്റ്റർ? അങ്ങനെ ആലോചിച്ചാൽ മതി, ഞാൻ അങ്ങനെ ആലോചിച്ച് വെക്കാറ്. സോ എസ്റ്റർ RCOOR ആണല്ലോ, അത് കിട്ടും നമുക്ക്. എന്നിട്ട് ബാക്കി വരുന്ന എക്സും Agയും കൂടിയിട്ട് AgX ആവും.
ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി റിഡക്ഷൻ റിയാക്ഷൻ, അതായത് എന്താണ്, ഹൈഡ്രജൻ ഹാലോ ആൽക്കീൻ RX ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് അതിൻ്റെ ഒപ്പം റെഡ്യൂസ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും, അതായത് ഹൈഡ്രജനായിട്ട് H2 ആയിട്ട് റിയാക്ട് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ്. ഈ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് ഇതില്ലെങ്കിൽ മാർക്ക് പോട്ടോ, റിയാക്ഷനേ ഒരു ഗുമ്മുണ്ടാവില്ല, റിയാക്ഷനേ നടക്കാത്ത പോലെയാണ്. അപ്പോൾ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്തായാലും എഴുതണം LiAlH4. അത് വെച്ചിട്ട് നമ്മൾ എന്താണ് ഹൈഡ്രജൻ യൂസ് ചെയ്ത് റിഡക്ഷൻ നടത്തി കഴിഞ്ഞാൽ, ഹാലോ ആൽക്കീനെ റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹൈഡ്രജൻ Rൻ്റെ ഒപ്പം പോവും, ഒരു ഹൈഡ്രജൻ Xൻ്റെ ഒപ്പം പോവും. അങ്ങനെ RH എന്നും, അതായത് ആൽക്കെയിൻ കിട്ടും നമുക്ക്, ആൽക്കൽ ഹാലൈഡ് എന്നും, RH എന്നും HX എന്നും വരും. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്തുള്ള ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് വരുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ പറയാം. ഏതെങ്കിലും ഭാഗം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട്, കുഞ്ഞു വീഡിയോ ആയിട്ട് ഇടാം. ഓക്കെ, ഇനി അടുത്തത് ഇതിന്റെ മെക്കാനിസം ആണ്.